സുഹൃത്തുക്കളെ, കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തവനൂർ MLA KT ജലീലുമായി മാതൃഭൂമിയുടെ ഒരു സംഘം റിപ്പോർട്ടർമാർ ഒരു അഭിമുഖം തയ്യാറാക്കുകയും അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തത് കാണാനിടയായി. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധി ഒരു മാലാഖയാകാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ മാലാഖ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ മനുഷ്യരാണ്. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. തെറ്റ് സംഭവിച്ചു എന്ന് ഈ പൊതുസമൂഹത്തിന് മുഴുവൻ തോന്നിയിട്ടുള്ള വിഷയങ്ങളിലും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയും തെറ്റ് സംഭവിച്ചതായി അംഗീകരിക്കുന്നില്ല. അതിലൊന്ന്, അദ്ദേഹം മുമ്പ് ഏറെക്കുറെ സമ്മതിച്ചൊരു തെറ്റാണ്. അതായത് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന കസേര അദ്ദേഹം മാറ്റിയിട്ടു. അദ്ദേഹം പറയുന്നത് ആ കസേര മറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അത് തട്ടി വീഴും. അപ്പോൾ അതൊന്ന് ഉയർത്തി അദ്ദേഹം ഒരു മൂലയിലേക്ക് നീക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ചെയ്തതെല്ലാം സതുദ്ദേശത്തോടു കൂടിയായിരുന്നു. തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ മന്ത്രി ബന്ധുവിനെ മൈനോറിറ്റി ഫൈനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ച കാര്യത്തിലും അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ആ കാൻഡിഡേറ്റ്, അതായത് അദ്ദേഹം നിയമിച്ച ആ കാൻഡിഡേറ്റ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ജനറൽ മാനേജറാണ്, അല്ലെങ്കിൽ അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതെങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു മറുപടിയാവുക? ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഒരു മൈനോറിറ്റി ഫൈനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് ഡെപ്യൂട്ടേഷനിലൂടെ നിയമനം നേടാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ സഹീർ കാലടി എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ സർവീസിലിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അയാൾക്ക് ആ നിയമനം ലഭിക്കാതിരുന്നപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ട അനീതിയെക്കുറിച്ച് തുടക്കത്തിൽ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ കേട്ടിട്ടുള്ളത്, ഈ സഹീർ കാലടി ആ വിഷയത്തിൽ പ്രതികരിച്ചതുകൊണ്ട് അയാൾക്കെതിരെ ഒത്തിരി നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതികാര മനോഭാവത്തോടു കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അത് ഈ ജസ്റ്റിസ് സിറിയക് ജോണിനെ കുറിച്ചൊക്കെ പിന്നീട് പരാമർശിക്കുന്ന സമയത്ത് KT ജലീലിൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ മീഡിയ വണ്ണിലെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിലെ മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജിംഗ് എഡിറ്ററോ ആയ C ദാവൂദിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം KT ജലീൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പ്രതികരിക്കാറുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ അതെനിക്ക് നമ്മുടെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത് ശരിയല്ലെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹം K കരുണാകരനെയാണ് മാതൃകയാക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നവരോട് എങ്ങനെ സഹിഷ്ണുത കാണിക്കാം എന്നുള്ളതിന്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട്, തന്നെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം K കരുണാകരനെ മാതൃകയാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഈ വിഷയത്തിൽ K കരുണാകരനെ മാതൃകയാക്കണമെന്ന് പറയാൻ കാരണം, 1995 ലീഡർ K കരുണാകരൻ രാജിവെക്കുന്നതിലേക്ക് നയിച്ച രീതിയിൽ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരാളായിരുന്നു കണിയാപുരം രാമചന്ദ്രൻ. ലീഡർ ആ വിഷയങ്ങളെ തുടർന്ന് രാജിവെച്ചതിന് ശേഷം കണിയാപുരം രാമചന്ദ്രൻ തൃശ്ശൂരിലെ K കരുണാകരൻ്റെ വീട്ടിൽ എത്തിയിട്ട് ഒരു മാഞ്ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ലീഡർ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, തന്നെ നിരന്തരം വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുള്ള ഒരാളാണ് കണിയാപുരം രാമചന്ദ്രൻ എന്ന് ലീഡർക്ക് അറിയാം. പക്ഷേ ലീഡർ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കണിയാപുരം രാമചന്ദ്രൻ ഉണ്ടായിരുന്ന അങ്ങോട്ട് ചെന്ന് ലീഡർ അയാളോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്, മാമ്പഴമെല്ലാം പൊഴിഞ്ഞല്ലോ പിന്നെയും എന്തേ മാഞ്ചുവട്ടിൽ. ഒട്ടുമേ അതൃപ്തിയില്ലാതെ ചിരിച്ചുകൊണ്ട് ലീഡർ അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറായി. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും, അതായത്
സ്പീക്കറുടെ കസേര ഇരിപ്പിടം തള്ളിയിട്ടത് അല്ലെങ്കിൽ അതിൽ സ്പർശിച്ചു എന്നുള്ള കാര്യത്തിലും, അതുപോലെ തന്നെ ആ ഒരു സമരങ്ങളുടെ ഭാഗമായി അതിൽ സ്പർശിച്ചു എന്നുള്ളതിടത്തും, അതുപോലെ തന്നെ ഈ മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ബന്ധുവിനെ നിയമിച്ചു എന്നുള്ളിടത്തും അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അതൊരു കുത്തഴിഞ്ഞ സ്ഥാപനമായിരുന്നു, അതൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്, അത് 1 വർഷത്തേക്കുള്ള നിയമനമായിരുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുക. അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം മാലാഖയാകാൻ ശ്രമിക്കുന്നു. ഇനി അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് തവനൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുറഞ്ഞു എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, 2500 വോട്ടുകൾക്ക് മാത്രമേ അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചുള്ളൂ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണെന്ത്, അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 അപേക്ഷിച്ച് 2021 അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കൂടിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഒരല്പം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് തവനൂർ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ടായിട്ടുള്ളത് 2011 2021 2016 സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു UDFനെതിരെ. അതുപോലെ തന്നെ ഇഫ്തിഖാറുദ്ദീൻ എന്ന് പറയുന്ന താരതമ്യേന ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണ് അന്ന് തവനൂരിൽ മത്സരിച്ചിരുന്നത്. അപ്പോൾ അതേസമയം നമ്മൾ 2021 കാര്യം പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് പേഴ്സൻറ്റേജ് പരിശോധിച്ചാൽ ഫിറോസ് കുന്നുംപറമ്പിലിനെ, അതായത് അദ്ദേഹത്തോട് UDF പ്രതിനിധിയായി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അവിടെ നിയർലി 9% വോട്ട് ഇഫ്തിഖാറിന് ലഭിച്ചതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ കൂടി എന്ന് പറയുമ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് 2016 ലഭിച്ചതിനേക്കാൾ 16,000-ഓളം വോട്ടുകൾ LDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ 16,000-ഓളം വോട്ടുകൾ തവനൂർ മണ്ഡലത്തിൽ 2016 അപേക്ഷിച്ച് 2021 ഫിറോസ് കുന്നുംപറമ്പിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ന്യായീകരണമാവുക? അതായത് നമ്മളൊരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്തുകൊണ്ട് വോട്ട് കൂടി, അതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞാലും കഴിഞ്ഞ തവണത്തേക്കാളും എൻ്റെ വോട്ട് കൂടി എന്നുള്ളത് ഒരു ഇല്ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റാണ്, ഒരു യുക്തിപൂർവമുള്ള ഒരു വാദമല്ല അത്. കാരണം അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ അദ്ദേഹം ഈ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ, കാരണം അദ്ദേഹത്തിന് കൂടിയത് വളരെ ചെറിയ വോട്ടാണ്, പക്ഷേ ഇവിടെ 16,000-ഓളം വോട്ടുകൾ കൂടി, 16,000-ഓളം വോട്ടുകൾ കൂടി, വോട്ടിംഗ് പേഴ്സൻറ്റേജും കൂടി ഫിറോസ് കുന്നുംപറമ്പിൽ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ തവനൂർ മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ തവനൂർ മണ്ഡലത്തിൽ 2011 16 21 അവിടുത്തെ ജനപ്രതിനിധി, അതായത് 2011 വിജയിക്കുന്നത് മുതൽ ഈ 2026 വരെ അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം 2021 മത്സരിക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെ നിലവിലുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ ഈ മന്ത്രി എന്നുള്ള നിലക്കും ആ ആ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA എന്നുള്ള നിലക്കും അദ്ദേഹത്തിന് ധാരാളം ആളുകളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടാവും, ധാരാളം വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, പാർട്ടികൾ ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഇപ്പം മംഗലം പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എടപ്പാൾ പോലെയുള്ള, വട്ടംകുളം പോലെയുള്ള ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡീലിംഗ്, അദ്ദേഹം ആ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ, അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സംസ്ഥാന ഭരണത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന ഭരണമുന്നണിയോ രാഷ്ട്രീയമായി എതിർക്കുന്നവരുടെ പ്രതിനിധികളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മെച്ചപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റമൊക്കെ കാരണം ഇതുപോലെ രാഷ്ട്രീയമായി തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ കൂടി വോട്ട് തനിക്ക് അനുകൂലമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാകും. അതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇതാണ്. 2011 16 2021 LDFൻ്റെ സ്ഥാനാർത്ഥി സെയിമാണ്, പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥി മാറിക്കൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ നോക്കൂ, 2016 വട്ടിയൂർക്കാവ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നയാളാണ് കെ മുരളീധരൻ. മുരളീധരൻ വീണ്ടും അവിടെ ഇത്തവണ മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്,
കെ ടി ജലീലിനെതിരെ ഉണ്ടായിരുന്ന എതിരാളി ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ഒരേ ആളായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഈ സാധ്യത കെ ടി ജലീലിനുള്ളതുപോലെ തന്നെ ഉണ്ടാകുമായിരുന്നു. കെ ടി ജലീലിൻ്റെ ഒപ്പണൻറ്റ് കെ ടി ജലീൽ എപ്പോഴും സെയിം കാൻഡിഡേറ്റായി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു, അദ്ദേഹം മന്ത്രിയാകുന്നു. അതിലൂടെ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ സ്വാധീനവും മത്സരിച്ചതിന് ശേഷം തുടർന്നും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും, അതേപോലെ അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിരിട്ട അദ്ദേഹത്തോട് മത്സരിച്ച കാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ആ ജനങ്ങളോടൊപ്പം ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ജനവിധി. അപ്പോൾ ഇത്തരം ഘടകങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 2011 ചെറിയ ഒരു പെർസെൻറ്റേജ് വോട്ടാണ് തവനൂരിൽ ഈ നമ്മുടെ ഇവർക്കുണ്ടായിരുന്നത്, BJPക്കുണ്ടായിരുന്നത്. 2016 BJPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിച്ചത്. അല്ലെങ്കിൽ 2016 അപേക്ഷിച്ച് BDJSൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് തോന്നുന്നു. 2016 അപേക്ഷിച്ച് 2021 BJPയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് പരിശോധിച്ചപ്പോൾ 2016 BJPയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം, അതായത് NDAയുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത് 15,800-ലധികം വോട്ടുകളാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ 2025 തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ മുഴുവൻ അവിടെയുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി ഇപ്പോൾ നമ്മളവിടെ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 2025 NDAയുടെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ NDAയുടെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ അവർക്ക് 18,900-ഓളം വോട്ടുകൾ, ഏകദേശം നിയർലി 19,000 വോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ 15,000-നും 18,900-നും ഇടയിൽ വോട്ട് ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തവനൂര് അതുപോലെ പരപ്പനങ്ങാടി പോലെയുള്ള തീരപ്രദേശങ്ങളിൽ സംഘപരിവാര ശക്തികൾക്ക് രാഷ്ട്രീയമായ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും BJPയുടെ വോട്ട് UDFന് അനുകൂലം, അതായത് അദ്ദേഹം പറയുന്നത് BJPയുടെ വോട്ട് കുറഞ്ഞു, ആ വോട്ട് ഫിറോസ് കുന്നുംപറമ്പിലിന് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത്. അത് അല്ലായിരുന്നെങ്കിൽ BJPയുടെ വോട്ട് BJP തന്നെ പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയാൻ കാരണം ഇതാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന വസ്തുത നമ്മൾ പരിശോധിക്കണം. 2020 ഒക്ടോബർ മാസത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ UDF മുന്നണി എന്ന് പറയുന്നത്, UDF മുന്നണിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അമീർ ഹസൻ, കുഞ്ഞാലിക്കുട്ടി ഇവർ നിയന്ത്രിക്കുന്നൊരു മുന്നണിയായി UDF മാറി എന്നുള്ള രീതിയിലുള്ള പ്രചരണം CPM നടത്തിയ കാലമായിരുന്നു. 2020 പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലവും അതിനുശേഷവും CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF ഒരു മുസ്ലിം കേന്ദ്രീകൃതമായ മുന്നണിയാണ് എന്നാണ്. അതേക്കുറിച്ച് പിന്നീട് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്, മുസ്ലിം സമുദായത്തെ അല്ല. ഇവിടെ എൻ്റെ പോയിൻ്റ്, CPM നടത്തിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുകയാണ് എങ്കിൽ, അതായത് CPM മുസ്ലിം കേന്ദ്രീകൃതമായ ഒരു മുന്നണിയായി UDFനെ ചിത്രീകരിച്ചിരിക്കെ, UDFനെ മുസ്ലിം കേന്ദ്രീകൃതമായ ഒരു മുന്നണിയായി CPM ചിത്രീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് NDAയുടെ ഭാഗമായി നിൽക്കുന്ന, BJPയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ UDFന് വോട്ട് ചെയ്യുക? കാരണം CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രചരണം ഇത് മുസ്ലിം കേന്ദ്രീകൃതമായൊരു മുന്നണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം കേന്ദ്രീകൃതമായൊരു മുന്നണി ഇവിടെ അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക NDAയുടെ പ്രതിനിധികളല്ലേ. അപ്പോൾ അവരൊരിക്കലും ഈ UDFന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അല്ലെങ്കിൽ ആ ജലീൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? CPMൻ്റെ നേതാക്കൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവർ നടത്തിക്കൊണ്ടിരുന്ന സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നും, അപ്പം UDFനെ ഒരു മുസ്ലിം കേന്ദ്രീകൃതമായ മുന്നണിയായി ഇവിടുത്തെ പൊതുസമൂഹം കാണുന്നില്ല എന്നുകൂടിയാണ്. എന്തായിരുന്നാലും അതിൻ്റെ വസ്തുത ഇതാണ്,
BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ LDFനാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണത്തിൻ്റെ ലക്ഷ്യം ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക. UDFൻ്റെ ആ ഒരു മുന്നണി സംവിധാനം ഒരു മുസ്ലിം കേന്ദ്രീകൃതമായ മുന്നണി സംവിധാനമാണ് എന്ന് പറയാനുമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും NDAയുടെ വോട്ടുകൾ അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുകയില്ല. ഇപ്പോൾ KT ജലീൽ ഉയർത്തിയിരിക്കുന്ന എല്ലാ വാദങ്ങളും ഒരല്പം രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതും ജലീൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയെന്നും യഥാർത്ഥത്തിൽ ജലീൽ അവിടെ തോറ്റതിന് സമാനമായ ഒരു വിജയമാണ് തവനൂർ മണ്ഡലത്തിൽ 2021 നേടിയത് എന്നെങ്കിലും സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇത്തരത്തിലുള്ള നമ്മുടെ കേരളീയ പൊതുസമൂഹത്തെ ഇങ്ങനെ രാഷ്ട്രീയമായ വസ്തുതകളെ ചിത്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായൊരു പ്രതീതി സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ചെറിയ തിരുത്തുണ്ട്. KT ജലീൽ മന്ത്രിയെ നിയമിക്കാൻ ശ്രമിച്ച സമയത്ത് മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒഴിവുണ്ടായിരുന്ന തസ്തിക, അദ്ദേഹം ബന്ധുവിനെ നിയമിക്കാൻ ശ്രമിച്ച തസ്തിക മാനേജിംഗ് ഡയറക്ടറുടേതല്ല, ജനറൽ മാനേജറുടേതാണ്. സഹീർ കാലടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ചിലത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാൻ ശ്രമിക്കാം.